ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാം. ചൂടൻ ചോദ്യങ്ങൾക്ക് കുറുക്കിക്കൊള്ളുന്ന ഉത്തരങ്ങളുമായി അവർ വരികയാണ് ഹോട്ട് സീറ്റിലേക്ക്. ഇന്ന് നമ്മളോടൊപ്പം ജസി. പറ്റാത്ത ചോദ്യത്തിന് താങ്കൾക്ക് ഇറങ്ങി പോകാം, പക്ഷേ ഹോട്ട് സീറ്റ് എന്ന ഷോയില് എന്നോട് അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇവിടുന്ന് ആരും പറഞ്ഞിട്ടില്ല. നോക്കിക്കോ, ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോകും. ഒറ്റ ചോദ്യം, ക്ലിയർ ആണ് ചോദ്യം. നിങ്ങൾ എന്തിനാണ് ആശയെ തല്ലിയത്? എന്ത് കാര്യത്തിനാണ്? ഒരു സുഖം, ഒരു മനസുഖം. ഞാൻ ആശ തല്ലിയതോ? ആശി വേറെ പെണ്ണിന്റെ കൂടെ പോയതിന് ഞാൻ അടിച്ചിട്ടില്ല. ഞാൻ ആശിനെ അടിച്ചിട്ടില്ല, പക്ഷേ സോഷ്യൽ മീഡിയ ഡിജിറ്റൽ തെളിവുകളാണ്. അടിച്ചതല്ല, ഞാൻ ആശിനെ കടിക്കുക ചെയ്തു. എന്താടാ എന്താടാ ഇവിടെ ഒരു ബഹളം? തുണി എവിടെയാടാ? ഞാൻ കേട്ടത്, ഞങ്ങൾ ഈ നാട്ടുകാർ മുഴുവൻ കേട്ടത്, താങ്കൾ ആശയെ തല്ലി ചതച്ച് താഴെയിട്ടോ. നാട്ടുകാർ എന്തൊക്കെ പറയുന്നുണ്ട്? നാട്ടുകാർ പറഞ്ഞ എല്ലാം സത്യമാണോ? നാട്ടുകാരോട് പോകാൻ പറ. ഒരുത്തൻ രക്ഷപ്പെടുന്നത് കണ്ടുകൂടാത്ത ചെറ്റകള്. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഏതൊരു പങ്കാളിയും അവരെ ചതിച്ചു കഴിഞ്ഞാൽ ആ പങ്കാളിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാനും ചെയ്തിട്ടുള്ളത്. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. അല്ല, ഞാൻ ഭയങ്കര കൂളാണ്. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ഞാൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. ഭയങ്കര കൂളാ. ഞാൻ എന്ത് കോമാളിത്തരാണ് കാണിച്ചത്? എന്റെ പൊന്നുസഖിയാണോ കോമാളി? തുടക്കത്തിൽ കണ്ടാൽ 2 ബോയ്സ് ആയിട്ടല്ലേ തോന്നുള്ളൂ. സ്വാഭാവികമായിട്ടും അപ്പൊ നിങ്ങൾക്കൊരു ഗേ സെക്ഷുവാലിറ്റി ആയിരുന്നു അവിടെ. എവിടെ നിങ്ങൾ തമ്മിലുള്ള പ്രണയ കാര്യങ്ങളൊക്കെ നടക്കുന്നു. വീട്ടിലെ ചെലവിന്റെ കാര്യങ്ങളെ ഈ കൈ മുദ്ര കാണിക്കാൻ മാത്രമല്ല. ഓക്കെ, അപ്പൊ ഇയാളെ പേടിച്ചിട്ടൊന്നല്ല. അല്ല, എന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലല്ല, ഇയാളെ പേടിക്കേണ്ട ആവശ്യം എനിക്ക് എന്നുള്ളത്. കാരണം ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. പേടി മറയ്ക്കാനാണ് നിങ്ങൾ അങ്ങനെ ഇൻട്രോ എന്റെ മുമ്പിൽ കൊണ്ടിട്ടത്. ഞാൻ ഇതാ, എനിക്ക് ദേഷ്യം. നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? പറയടാ, നിനക്ക് തല്ലാൻ തോന്നുന്നുണ്ടോ? താലിയുടെ ഇന്റർവ്യൂ ആണെന്ന് അറിഞ്ഞിട്ടാണ് സഭ്യതയോടെ പെരുമാറുക. ഞാൻ അല്പം മോശം ഭാഷ സംസാരിക്കുന്നത് കേൾക്കാൻ സൗകര്യമില്ല എന്നാ കേട്ടോ. അത് മനസ്സിലായോ? അല്ല, അത് മനസ്സിലായി. ചിലപ്പോ തല്ലിന്ന് വരും. അതിനിത്തിരി പൊളിക്കും. തല്ലാനിത്തിരി പൊളിക്കും. നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? ആഗ്രഹിച്ച കാര്യം. നിങ്ങൾ എങ്ങനെ മര്യാദ ഉള്ളതുകൊണ്ടാണ് സംസാരിച്ചത്. ഞങ്ങളുണ്ട്. നിങ്ങൾ സ്ത്രീയാണല്ലേ പറഞ്ഞത്? ഇതിനു മുമ്പ് നിങ്ങൾ നിങ്ങൾ എന്താ വിളിക്കേണ്ടത്? നിങ്ങൾ തന്നെ ബഹുമാനിക്കുന്നതാണ് ഞാൻ പറയുന്നത്. ഓ പൊതുവാൾജി, എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുലുക്കി നടന്നോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി. ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം. ഓ, നിന്നെയൊക്കെ സഹിക്കണം നിങ്ങളുടെ കെട്ടിയോമാരെ മുക്കാലി കെട്ടിച്ചടിക്കണം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ. ചിക്കത്തി